ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുസുന്നത്ത് ജമാഅത്തിന്റെ ലോകജാലകം, സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം. അറിവിൻ തരംഗമായി ദഅവത്തിനു പൂരണം, മമ മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം. കേൾക്കുന്നുണ്ടല്ലോ ഉസ്താദെ? എന്റെ ചോദ്യം ഉസ്താദ്, കാരണം വഹാബികൾ സാധാരണ ഉന്നയിക്കുന്നൊരു ചോദ്യമാണ്. ഉസ്താദിന്റെ വശങ്ങൾ ഒന്ന് പറഞ്ഞു തരാം. ഉസ്താദിന് അത് പറയുമ്പോൾ ചിലപ്പോൾ ദേഷ്യം പിടിക്കും. ഏതായാലും വിഷയങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. സാധാരണക്കാരുടെ ഇടയിൽ വഹാബികൾ ഒന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. റസൂലുള്ളാന്റെ ഈ റബീഉൽ അവ്വൽ 12-നാണെന്ന് ഒരു ഉറപ്പില്ല. നിങ്ങൾ എന്തിനാ ഈ 12-ന് ആഘോഷിക്കുന്ന ഒരു ചോദ്യം ഒന്ന്. അതിന്റെ കൂട്ടത്തിൽ തന്നെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതെ, ഒരു ചോദ്യമാണ് ഏത്? റസൂലുള്ളാന്റെ ജനനവും മരണവും ഒരു ദിവസമാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ജനിച്ചതാണ് ആഘോഷിക്കുന്നത് അല്ല മരിച്ചതാണ് ആഘോഷിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. ഇത് രണ്ടും ഒന്നിച്ചാണ് സാധാരണക്കാരെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് അതിനൊരു ചെറിയ ഒരു സാധാരണക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു യുക്തിപരമായിട്ടുള്ള ഒരു മറുപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം സാധാരണ റബീഉൽ അവ്വലായ ഇവര് നേരെ ആളുകളെ വന്ന് ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യമാണത് ഈ വിഷയം. ഏതായാലും ഉസ്താദ് ഒന്നും ഒരു ബ്രീഫ് മറുപടി തന്നാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അതെ, അതൊരു സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം. 12-ന് തന്നെ ചെയ്യണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 12-നാണെന്നുള്ളതിന് തെളിവുണ്ടോ? എന്താ 12-നാണ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ 12-ന് അന്നേ പറ്റൂ, അതിന് മുമ്പും പറ്റൂല ശേഷവും പറ്റൂല എന്ന് സുന്നികൾക്ക് ആർക്കും അഭിപ്രായമില്ല. എന്ന് മാത്രമല്ല, സമീപകാലത്ത് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി നവറല്ലാഹു മർഖദഹു, കുറെ മഹാനവറുകളുടെ ദർസിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു സാധുവാണ് ഞാൻ. മക്കത്ത് താമസിക്കുന്ന സമയത്ത് അധിക ദിവസങ്ങളിലും അവിടുത്തെ പരിശുദ്ധമായ ഒരു ദർസുണ്ട്, ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന. ആ ദർസിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടി. മഹാനവറുകൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ലോകത്ത് മക്കയിലും മദീനയിലും മൗലിദ് നടക്കാത്ത ഒരു ദിവസവുമില്ല. ധാരാളം ആളുകൾ പങ്കെടുത്തുകൊണ്ട് ആഘോഷപൂർവ്വം 360 ദിവസം മൗലിദ് നടക്കുന്നുണ്ട്. അതിൽ 12-എന്നോ റബീഉൽ അവ്വൽ മാസമെന്നോ അല്ലാത്ത മാസമെന്നോ യാതൊരു വ്യത്യാസമില്ല. എന്നും നമ്മൾ അതേസമയത്ത് 12-ന് അന്നേ പറ്റൂ, അതിന് മുമ്പും പാടില്ല ശേഷവും പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. അതേസമയത്ത് എന്നും അത് ചെയ്യേണ്ടതാണ്. പക്ഷേ ജനിച്ചത് 12-നായതുകൊണ്ട് അന്ന് പ്രത്യേകം പുണ്യമാണ്. ഇതിന്റെ തെളിവ് ഒന്ന്, ചരിത്രത്തിലെ മുസ്ലിം ചരിത്ര പണ്ഡിതന്മാരുടെ ഹെഡ് എന്നറിയപ്പെടുന്ന ഇബ്നു ഇസ്ഹാഖ് ഉൾപ്പെടെയുള്ള ചരിത്ര പണ്ഡിതന്മാർ തറപ്പിച്ച് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് 12-നാണ് എന്നാണ്. അപ്പൊ ചരിത്രത്തിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം 12-ആണ് എന്നതുകൊണ്ട് ആ 12 എടുക്കുന്ന വേറെ അഭിപ്രായമില്ല. അതിന്റെ പുറമെ കേട്ടോ, ഇമാം ഖസ്തലാനി എന്ന് പറഞ്ഞ തെളിവാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചത്. മക്കാനിവാസികൾ ഫീ സിയാറത്തി മൗലിദി മൗലിദി ഫീ ഹാദൽ വഖ്തി, അവരെന്നും മൗലിദ് കൊണ്ടാടുമെങ്കിലും റബീഉൽ അവ്വൽ 12-ന് മക്കാനിവാസികളെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച തിങ്കൾ ആഘോഷപൂർവ്വം ഒരുമിച്ച് കൂടി മൗലിദ് നടത്തിയിരുന്നു. അപ്പൊ 12-നാണ് അത് എന്നും 12-ന് പ്രത്യേകം ആഘോഷിക്കുന്നു എന്നും മുസ്ലിങ്ങളുടെ പൂർവികരായ മക്കാനിവാസികളുടെ നടപടിക്രമത്തിൽ നിന്നിട്ട് മുസ്ലിങ്ങൾക്ക് മനസ്സിലായതാണ്. അതുകൊണ്ട് അന്ന് മറ്റു ദിവസത്തേക്കാൾ പ്രത്യേകതയുണ്ട്, പ്രാധാന്യമുണ്ട്. ചരിത്രത്തിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം 9 എന്ന് പറഞ്ഞവരുണ്ട്, 18 എന്ന് പറഞ്ഞവരുണ്ട്, 17 എന്ന് പറഞ്ഞവരുണ്ട്, എന്നാലും പല അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായം ഒന്നും നോക്കിയിട്ട് വരില്ല. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം 12 എന്നുള്ളതാണ്. ആ അടിസ്ഥാനത്തിലാണ് മക്കാനിവാസികളുടെ നടപടിക്രമം അന്നാണ് ആഘോഷിക്കൽ. വീട്ടിൽ പോയി തങ്ങൾ ജനിച്ച ജന്മ സ്ഥലത്ത് പോയി ഒരുമിച്ച് കൂടി ഈ ആഘോഷം നടത്തൽ 12-നെന്ന.
അതുകൊണ്ട് മറ്റു ദിവസങ്ങളെക്കാൾ 12-ന് പ്രത്യേകതയുണ്ട്. അത്രയേ ഉള്ളൂ. 12-നെ കഴിക്കാവൂന്നോ, 12-ന് മാത്രമേ കഴിച്ചുകൂടൂന്നോ, അതിന്റെ മുമ്പോ ശേഷമോ പാടില്ല എന്ന അഭിപ്രായം മുസ്ലിങ്ങൾക്കില്ല. അങ്ങനെ പറയുന്നത് തെറ്റുമാണ്. നമ്മൾ എന്നും കഴിക്കാം, പക്ഷെ അന്ന് പ്രത്യേകം ഉണ്ട്. കാരണം അന്നാണ് ജനിച്ചതെന്നാണ് പ്രധാനമായ അഭിപ്രായം. മക്ക നിവാസികൾ അന്നാണ് ആ ആഘോഷം കൊണ്ടാടിയിരുന്നത്. അവരെ പിന്തുടർന്നുകൊണ്ട് മുസ്ലിം ലോകവും അങ്ങനെയാണ് കൊണ്ടാടുന്നത്. ഒന്ന്. പിന്നെ റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെയല്ലേ വഫാത്തായതും. എന്നാ പിന്നെ ജനിച്ചതിനാണോ നിങ്ങൾ ആഘോഷിക്കുന്നത്, അല്ല മരിച്ചതിനാണോ ആഘോഷിക്കുന്നത്? സാധാരണ പേരുണ്ടാക്കുന്ന ഒരു സംശയം. അതിന് മുസ്ലിങ്ങൾക്കാണ് മറുപടി. ഓൽക്ക് മറുപടി അറിഞ്ഞിട്ട് തരില്ല. മുസ്ലിങ്ങൾക്കുള്ള മറുപടി എന്താന്ന് വെച്ചാല്, മുസ്ലിങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്, അള്ളാഹുവിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതും അവന്റെ നിഅമത്തുകൾ ലഭിച്ച ദിവസത്തെ ശുക്ർ ചെയ്ത് അനുസ്മരിക്കണം എന്ന് ഖുർആനും പറഞ്ഞിട്ടുണ്ട്, സുന്നത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മരണപ്പെട്ടാൽ ആ ദിവസം ദുഃഖമാചരിക്കാൻ പറഞ്ഞിട്ടില്ല എന്നല്ല, ദുഃഖമാചരിക്കുന്നതിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. അപ്പോ ദുഃഖത്തിന്റെ ദിവസം അല്ലായികയല്ല, ദുഃഖം ആചരിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ട്, അതായത് വിരോധിച്ചതുകൊണ്ട് ദുഃഖം ഞങ്ങൾ ആചരിക്കുന്നില്ല. അതേസമയത്ത് ജനിച്ചതിലുള്ള സന്തോഷം അത് പ്രകടിപ്പിക്കാൻ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി ബിറഹ്മതിഹി വബിദാലിക ഫല്യഫറഹു എന്നതുകൊണ്ട് തുടങ്ങി അല്ലാഹു തആല ചെയ്തു എന്ന പ്രത്യേക നിഅമത്തിനെ എടുത്തു പറയാനും, അതുപോലെ തന്നെ ദക്കിർഹും ബി അയ്യാമില്ല എന്ന് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടും, അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന് അല്ലാഹു തആല കൽപ്പിച്ചുകൊണ്ടും ഒക്കെ നിഅമത്തിന് ശുക്ർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദുഃഖം ആചരിക്കുന്നതിനെ നബി തങ്ങൾ വിരോധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് വഫാത്തിൽ ആഘോഷിക്കുകയല്ല, ജനനത്തിലാണ് ആഘോഷിക്കുന്നത്. വഫാത്തിൽ ഞങ്ങൾ ദുഃഖിക്കേണ്ടിയിരുന്നു, പക്ഷേ ദുഃഖിക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് വിരോധിച്ചതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നില്ല. ഞങ്ങളുടെ മനസ്സിൽ ദുഃഖമില്ലായല്ല. പക്ഷേ ഇവർ വിചാരിക്കുമ്പോഴല്ല, സുന്നികൾ വിശ്വസിക്കുന്ന വേറൊന്നും കൂടി ഉണ്ട്. എന്താണെന്നറിയോ? വഫാത്തിന്റെ മുമ്പ് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് ഉണർത്തിയ ഒരു കാര്യമുണ്ട്. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. ഞാൻ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വലിയ ഖൈറാണ് എന്നതുപോലെ എന്റെ വേർപാടും നിങ്ങൾക്ക് ഖൈർ തന്നെ, അതും നിങ്ങൾക്ക് ഖൈർ തന്നെ. എന്തുകൊണ്ട്? തുറദു അലയ്യ അഅ്മാലുക്കും, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എന്റെ മുന്നിൽ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കും. മശ്രിഖ് മഗ്രിബിടയിൽ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽപ്പെട്ട മുഅ്മിനീങ്ങൾ ചെയ്യുന്ന നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും ഹബീബിന്റെ ഹളറത്തിൽ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി പിന്നെ അതിന് സാങ്കേതിക തർക്കമൊന്നും പറയണ്ട. കാണൂലേ, അള്ളാഹു തആല കാണിച്ചു കൊടുക്കും. അതിലാർക്കും തർക്കമില്ലല്ലോ. അതായിപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു. ആരെ പറ്റി? അത് പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാകണ്ട, നിങ്ങൾക്കല്ല മറ്റോൽക്ക്. എന്താ കൺഫ്യൂഷന്? എന്നാല് നാളെ പരലോകത്ത് ചെല്ലുമ്പം മുർത്തദായി പോയ കുറെ ആളുകളെ കാണുമ്പോൾ എന്റെ സ്വഹാബാക്കളാണല്ലോ, എന്റെ ആൾക്കാരാണല്ലോ എന്ന് പറയുമ്പോൾ ഓല് തങ്ങളുടെ ശേഷം പുതുതാക്കിയ കാര്യങ്ങൾക്ക് അറിയില്ല എന്ന് ഓല് പറയില്ലേ എന്ന് ഹദീസിലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവര് മുർത്തദായി പോയരാ. മുർത്തദായതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ആദർശബന്ധം വിട്ട് പുറത്തുപോയി കാഫറായി. നബി തങ്ങളുടെ മേൽ വെളിവാക്കപ്പെടുന്നത് തുറദു അലയ്യ അഅ്മാലുക്കും എന്നാ പറഞ്ഞത്. നിങ്ങൾ മുഅ്മിനീങ്ങളായ ആളുകൾ ചെയ്യുന്ന അമലുകൾ എന്റെ മുന്നിൽ വെളിവാക്കപ്പെടും. അത് നല്ലതും വെളിവാക്കപ്പെടും, ചീത്തയും വെളിവാക്കപ്പെടും. ഫൈൻകാനത്തു സ്വാലിഹത്തൻ, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ നല്ലതാണ്, സൽക്രമമാണ് ഞാൻ കാണുന്നതെങ്കിൽ ഹമിദുല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞാൻ അവരിൽ നിന്നിട്ട് യാത്ര പോന്നെങ്കിലും 1000-ലധികം കൊല്ലം കഴിഞ്ഞെങ്കിലും ഇന്നും എന്റെ ഉമ്മത്ത് അൽഹംദുലില്ലാഹ് ഖൈറിൽ ഒരുമിച്ച് കൂടുന്നു, ഖൈറായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ. അതേ സമയത്ത് വൈകാനത്ത് വൈറതാലിക്ക, നല്ലതല്ലാത്ത മോശപ്പെട്ടത് വല്ലതുമാണ് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടത് എങ്കിൽ ഇസ്തഗ്ഫർതുല്ലാഹ് ലക്കും, നിങ്ങൾക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഞാൻ നിങ്ങൾക്ക് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. അതിന് തങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അള്ളാഹ് ഏൽപ്പിച്ചതാണ്. ഫഅലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് ഖുർആൻ പറഞ്ഞതാ. ഹബീബായ നബിയെ, മുഅ്മിനു മുഅ്മിനാത്തുകൾക്ക് വേണ്ടി അല്ലാഹുവിനോട് അവിടുന്ന് ഇസ്തിഗ്ഫാർ ചെയ്യണം. വസ്തഗ്ഫിർ ദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനു മുഅ്മിനാത്തുകൾക്ക് വേണ്ടി അവിടുന്ന് ഇസ്തിഗ്ഫാർ ചെയ്യണം. 23 കൊല്ലം കൊണ്ട് കഴിഞ്ഞു പോയതാ നബി. ഖിയാമത്ത് നാൾ വരെ നബിയല്ലേ? ഖിയാമത്ത് നാൾ വരെയുള്ള വരുന്ന ആളുകൾക്ക് മുഴുവനും നബിയും റസൂലുമാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി
ഇസ്തിഗ്ഫാർ ചെല്ലാൻ അള്ളാഹു കൽപ്പിച്ചതാ. അതുകൊണ്ട് വൈകാന്ത വയർദാലിക്ക, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ മോശപ്പെട്ടതായിട്ട് ഞാൻ കണ്ടാൽ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യും. അപ്പൊ ഞാൻ ഇവിടുന്ന് പോയാലും നിങ്ങളെ വിട്ടേച്ച് പോവുകയല്ല, നിരന്തരം നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്റെ വഫാത്തും ഖൈർ തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. പക്ഷെ വഫാത്തിൽ നമ്മൾ ആഘോഷിക്കുന്നില്ല എങ്കിലും, കാരണം ജീവിതത്തിലാണ് നമുക്ക് ആഘോഷമുള്ളത്. അതേ സമയത്ത് വഫാത്ത് ആ ദിവസം തന്നെ നടന്നു എങ്കിൽ മരണത്തിൽ ദുഃഖിച്ചിരിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. അപ്പൊ ആഘോഷിക്കുന്നത് ആഘോഷിക്കാൻ, ജനനത്തിൽ നിഅമത്ത് കിട്ടിയതിൽ ആഘോഷിക്കാൻ വേണ്ടി അള്ളാഹും റസൂലും കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നു. അതേ സമയത്ത് ദുഃഖം വന്നാൽ അത് ദുഃഖം ആചരിക്കുന്നതിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതുകൊണ്ട് ഞങ്ങൾ ആ ദുഃഖം ആചരിക്കുന്നില്ല. ഓക്കെ.